സാറേ കലർത്തണോ? ഇനി കലർത്തിയാലേ വില്ലേടൻ കളറാവും. മതി, നാളെ രാവിലെ ഷൂട്ടിംഗ് ഉള്ള. അളിയാ ബ്രഹ്മാണ്ട സെറ്റപ്പ് തന്നെ. ഡേവിഡ് ഈപ്പൻ്റെ കൂടെ കൂടിയാ ഇനിയുള്ള കാലം സിനിമ ഇല്ലെങ്കിലും ഏത് എവിടെ ചെന്നാലും എങ്ങനെ അടിമയാകാം എന്നാണല്ലോ നിനക്ക്. And welcome to the party. Please make yourselves comfortable. Hey, Henry. Hola. Hey, how are you? So glad you could make it, buddy. ആശിച്ച താരത്തിനെ കയ്യെത്തി പിടിച്ചവനവൻ. Thanks so much for coming. Yeah. 1 minute. Hi, everyone. ഹായ്. നമ്മളൊക്കെ ആദ്യമായി കാണുന്നത്, പക്ഷേ എനിക്ക് എല്ലാവരെയും അറിയാം നന്നായിട്ട്. ഓ, Hey, come on, guys. Help yourselves with some drinks, huh? ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര സംഭവമാണ്. അവിടെ നിന്ന് വന്ന ആർട്ടിസ്റ്റുകൾ എന്നുള്ള നിലയിൽ നിങ്ങളൊക്കെ വലിയ സ്പെഷ്യൽ കക്ഷികളാന്ന അവരുടെയൊക്കെ വിചാരം. അതെന്തായാലും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ. ഇവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചതിൽ ഒരു സർപ്രൈസിനുള്ള കാര്യമുണ്ട്. അത് നിങ്ങളുടെ കൂട്ടത്തിലെ മൂത്ത കാരണവരായ വിശ്വനങ്ങൾ തന്നെ നിങ്ങളോട് പറയും. ഈ ഡേവിഡ് ഏപ്പൻ സാറ് സാറെന്ന് വിളിച്ചയൊക്കെ പിടിച്ചിട്ടില്ല. അതാണ് വിനയൻ. ഈ ഡേവിഡ് ഏപ്പന് സിനിമ എന്ന് പറഞ്ഞാൽ ഒടുക്കലത്തെ ഭ്രാന്ത. ആരുടെയും കാല് പിടിക്കാതെ എൻ്റെ മോളെ നായികയാക്കി പടം പിടിക്കാനുള്ള പൈസ കൊടുത്തതാരാ? അത് ഗ്രേറ്റ്. പക്ഷേ ഇത്രയും വലിയ നിലയിലുള്ള സാറ്, സോറി ഡേവിഡ് ഈപ്പൻ എൻ്റെ അടുത്ത് വന്ന് ഒരു വളച്ചുകെട്ടുമില്ലാതെ എൻ്റെ മോളെ കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. അതെനിക്ക് പിടിച്ചു. കലയെ സ്നേഹിക്കുന്ന ആരായാലും കലാകാരിയും സ്നേഹിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ അവൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ അതിന് ഓക്കെ. ആ ഹാപ്പി ന്യൂസ് നമ്മുടെ ഈ സെറ്റ് വെച്ച് പറയാൻ കഴിഞ്ഞത് ഈശ്വരാധീനം. ഇപ്പൊ എൻഗേജ്മെന്റ്, കല്യാണവും ഇവിടെ വെച്ച് തന്നെ. നമ്മുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നാട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഒരു പാർട്ടി. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ഡേവിഡ്. നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്നത് ഒരു നടിയെയല്ല, ഒരു തലമുറയുടെ സ്വപ്നത്തെയാണ്. താങ്ക് യു. എനിക്ക് നന്നായി അറിയാം. ബെസ്റ്റ് വിഷസ് ഡേവിഡ് സാർ. ഹീറോ അല്ലേ? അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമയിൽ ഹീറോസിന് വലിയ സ്കോപ്പില്ല. ലോങ് വേ ടു ഗോ. മിടുക്കനാ, പക്ക പക്ക. All right, friends, let me introduce you. This is Tara, the jewel in David's crown. Why don't you say something, sweetheart? ഒരു കൊച്ചു പെങ്കുഞ്ഞിനെ ആക്ഷൻ എന്ന് പറയുമ്പോൾ അനങ്ങാനും കട്ടെന്ന് കേൾക്കുമ്പോൾ നിൽക്കാനും ശീലിപ്പിച്ച ഒരു അച്ഛനെയാണ് നിങ്ങൾ കേട്ടുന്നത്, അല്ലാതെ എന്നെയല്ല. You know how much I love your sarcasm. Come, let's dance. Can we have some music, please?
പൈസ മേടിച്ച് പാതാളത്തിലേക്ക് പാസ്പോർട്ട് അടിച്ച് പോയല്ലോ മക്കളെ. പാർച്ചിക്കൽ. സാർ വിട്ടേക്ക് സാർ. അയാളുടെ പൈസ, അയാളുടെ പെണ്ണ്, അയാൾ കെട്ടുക കഴുത്തിറക്കി എന്തൊക്കെ ചെയ്തോട്ടെ. നമുക്ക് നമ്മുടെ പടം തീരണം സാർ. ഓക്കെ ഓക്കെ. വില്ലേട്ടാ ദൈവം പടമായിട്ടിരിക്കുന്നു. എവിടെ? ഇവിടെ ചില പാർട്ടികളൊക്കെ അവസാനിക്കുന്നത് ഇങ്ങനെയാ. ആ, നാളെ രാവിലെ ഷൂട്ടിംഗ് തുടങ്ങാനുള്ളതല്ലേ. ഇപ്പൊ ചെന്നാൽ കുറച്ചു നേരം കണ്ണടയ്ക്കാം. കണ്ണ് അടയ്ക്കുന്നതാണ് നല്ലത്. ഹീറോ, എന്താണ് ഡാൻസ് റിഹേഴ്സലാ? ഈ ക്ലൈമറ്റ് എനിക്ക് തണുപ്പങ്ങനെ പറ്റില്ല മാഡം. ശരിക്കുള്ള തണുപ്പ് തുടങ്ങിയിട്ടില്ല. അയ്യോ, ഉറക്കം എങ്ങനെ? ഓക്കെ ആയോ? ഇവിടെ കാലത്ത് 6 മണിന്ന് പറഞ്ഞാൽ നാട്ടിൽ 10 ആയില്ലേ. അപ്പം നേരത്തെ എണീറ്റെന്ന് പറയാൻ പറ്റില്ല. അവർ പുതിയ ലൊക്കേഷൻ നോക്കാൻ പോയിട്ടേ ഉള്ളൂ. പറഞ്ഞു വെച്ച സ്ഥലത്തിൻ്റെ പെർമിഷൻ പ്രശ്നമാണെന്ന്. സത്യം അതൊന്നുമല്ല. ഷൂട്ട് ചെയ്യാനുള്ള ക്യാമറയും അത് കൊണ്ടുവരുന്ന അസിസ്റ്റന്റ് പിള്ളേരും ഉച്ച കഴിയുമ്പോഴേ എത്തുള്ളൂ. അവരുടെ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായി. ഓ, വില്യംസും സിദ്ദിഖും നേരത്തെ ലൊക്കേഷനിൽ പോയി. ബാക്കി എല്ലാവരും ടൗണിൽ ഷോപ്പിങ്ങും കറക്കുമായിട്ട് പോയിട്ടുണ്ട്. ജയ ഫ്രീ ആണെങ്കിൽ നമുക്കൊരിടം വരെ പോയാലോ? അത് ഇതെനിക്ക് പരിചയമുള്ള സിറ്റിയാ. അല്ല, പുറത്തു പോവാന്ന് വെച്ചാ അവിടുന്ന് നേരെ നടന്ന് വലത്തോട്ട് ഇരിഞ്ഞ അപ്പൂപ്പൻ്റെ കാഫറ്റേരിയ. അവിടുന്ന് ഒരു കാപ്പി കുടിച്ച് ടാക്സി ഓടിക്കുന്നു. ഓക്കെ? അതല്ല മാഡം, കയ്യില് ക്യാഷ് ഇല്ല.